ഹരേ രാമാം ഹരേ കൃഷ്ണാം. എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1202 പിറവി ദിനം അനുബന്ധിച്ച് രാവിലെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ ചില നക്ഷത്രങ്ങളും ആ നക്ഷത്രക്കാരെ സംബന്ധിച്ച ചില കാര്യങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ആരെങ്കിലും, അതായത് നിങ്ങളുടെ മകനോ മകളോ ഭർത്താവോ അതുമല്ലെങ്കിൽ ഭാര്യയോ മാതാപിതാക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ മറ്റേതെങ്കിലും അംഗമോ ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈയൊരു ദേവപ്രശ്നത്തിൽ കാണാൻ കഴിഞ്ഞത്. അതിനാൽ തന്നെ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കി കേൾക്കേണ്ടതാണ്. ഏതൊക്കെ നക്ഷത്ര ജാതകരാണ് ഈ ദേവപ്രശ്നത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്ര ജാതകരാണ്. അത്തം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നവിധിയിൽ തെളിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ഗണപതി ഭഗവാനാണ്. അതായത് വിഘ്നങ്ങൾ നീക്കുന്ന വിഘ്നേശ്വരൻ, വിനായകൻ, മഹാഗണപതി നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം നീക്കി മുന്നോട്ടുള്ള വഴികൾ തുറക്കുവാനാണ് ഭഗവാൻ അനുഗ്രഹമായി നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത്. അത്തം നക്ഷത്രക്കാരെ, ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ ഇത് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന തോന്നലുണ്ടായേക്കാം. ഒരു കാര്യം ചെയ്യുവാൻ ഇറങ്ങുമ്പോൾ തടസ്സം, അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ, ഒരുപാട് പരിശ്രമിച്ചിട്ടും ഫലം ലഭിക്കാത്ത അവസ്ഥ, അതുപോലെ ദൈവമേ ഇനി ഇത് എന്നെക്കൊണ്ട് പൂർത്തിയാക്കുവാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ. ഇത്തരം പ്രതിസന്ധികൾ നിങ്ങളുടെ മുന്നിൽ വന്നാലും ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല. മഹാഗണപതി ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഭഗവാൻ മുന്നിൽ നിന്നും വഴി കാണിച്ചാൽ എത്ര വലിയ വിഘ്നങ്ങൾ ഉണ്ടായാലും അവയെ ഓരോന്നായി നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കും. അസാധ്യം എന്ന് കരുതിയ ചില കാര്യങ്ങൾ പോലും സാധ്യമാകുന്ന സാഹചര്യങ്ങൾ ഇനി ജീവിതത്തിൽ വന്നു ചേരും. നാളുകളായി തുറക്കാത്ത വാതിലുകൾ തുറക്കപ്പെടും. അതുപോലെ തടസ്സപ്പെട്ടു പോയ കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുവാനും കഴിയുന്നതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികളും പുതിയ അവസരങ്ങളും തുറക്കുന്ന ഒരു കാലഘട്ടമാണിത്. വീടിനടുത്ത് മഹാഗണപതി ക്ഷേത്രമുണ്ടെങ്കിൽ സാധിക്കുന്നവർ ദർശനം നടത്തുക. അതുമല്ലെങ്കിൽ ആഴ്ചയിലോ ഒരിക്കലെങ്കിലും ഭഗവാനെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. വലിയ വഴിപാടുകൾ ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഭഗവാന്റെ മുന്നിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഗണപതി, എൻ്റെ ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളും നീക്കി നല്ല വഴിയിലൂടെ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓം ഗം ഗണപതായേ നമഃ എന്ന ഭക്തിയോടെ ജപിക്കാം. അത്തം നക്ഷത്രക്കാരെ, നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറട്ടെ, മനസ്സിലെ ഭയങ്ങളും ആശങ്കകളും കുറയട്ടെ, തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടാകട്ടെ, അതുപോലെ സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകട്ടെ, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയട്ടെ. മഹാഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവവും ഗംഭീരമായി നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. വീട്ടിൽ അത്തം നക്ഷത്ര ജാതകരുണ്ടെങ്കിൽ ഈയൊരു കാര്യം അവരോട് പറയുവാൻ മറക്കരുത്. മഹാഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. ഭഗവാൻ നിങ്ങളുടെ കൈപിടിച്ച് നടത്തും. അത്തം നക്ഷത്രക്കാർക്ക് ഇനി വിഘ്നങ്ങൾ മാറി വിജയത്തിലേക്കുള്ള കാലഘട്ടമാണ്. നിങ്ങൾക്ക് നല്ലതേ വരൂ. ഓം ഗം ഗണപതായേ നമഃ. ഗണപതി ഭഗവാനെ ശരണം. അടുത്തത് പൂയം നക്ഷത്രമാണ്. നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നവിധിയിൽ തെളിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ മഹാദേവനായ ശ്രീ പരമശിവനാണ്. പൂയം നക്ഷത്രക്കാരെ, കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാകാം. ചില സമയത്ത് എന്താണ് പ്രശ്നം എന്നുപോലും മനസ്സിലാക്കാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ മനസ്സിൽ തന്നെ ഒരു തടസ്സം. അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ. ചെന്ന് തൊടുന്ന കാര്യങ്ങളിൽ പോലും ചില തിരിച്ചടിയായി മാറുന്ന അവസ്ഥ. ഈ കാര്യങ്ങളെല്ലാം പൂയം നക്ഷത്രക്കാരിൽ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഈയൊരു അവസ്ഥ ഇനി മാറുകയാണ്. പൂയം നക്ഷത്രക്കാരെ, ഈയൊരു കാര്യം നിങ്ങൾ കുറിച്ചു വെച്ചോളൂ.
കൊല്ലവർഷം 1202 ഈ ഒരു ചിങ്ങമാസം നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെ തുടക്കമാകും. അതായത് നാൾക്ക് നാൾ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് മുന്നിൽ വരുന്നത്. 1202 കൊല്ലവർഷം അവസാനിക്കുന്നതുവരെ ഒരു ദിവസത്തേക്കാൾ അടുത്ത ദിവസം മെച്ചപ്പെടുന്ന ദിവസങ്ങളാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. സാമ്പത്തികമായി എല്ലാ ദുരിതങ്ങളും കുറയും. കടങ്ങളും ബാധകളും ക്രമേണ മാറ്റുവാനുള്ള സാഹചര്യം വന്നു ചേരും. അതായത് നാളുകളായി നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കും. എല്ലാം സർവവും ഗംഭീരമായി മാറുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പൂയം നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിരിക്കൂ. മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ശിവകൃപയാൽ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി ഐശ്വര്യവും കൂടുതൽ വർദ്ധിക്കുന്നതാണ്. അതുപോലെ സാധിക്കുന്നവർ നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മഹാദേവന്റെ സന്നിധിയിൽ പോയി ഭക്തിയോടെ പ്രാർത്ഥിക്കുക. അതുപോലെ വീടിനടുത്ത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഭക്തിയോടെ ദർശനം നടത്താവുന്നതാണ്. ഓം നമഃശിവായ എന്ന് ഭക്തിയോടെ ജപിക്കാം. പൂയം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് കഴിഞ്ഞുപോയ പ്രയാസങ്ങളെക്കുറിച്ച് ഇനി അധികം ചിന്തിക്കേണ്ട കാര്യമില്ല. മുന്നിലുള്ള നല്ല ദിവസങ്ങളെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും സന്തോഷവും നിറയും. ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായി നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. പൂയം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി മഹാദേവന്റെ കൃപയാൽ നല്ല കാലം തെളിയും. ഹരഹര മഹാദേവ. ഓം നമഃശിവായ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രക്കാരാണ്. മൂലം നക്ഷത്രക്കാർക്ക് ഇന്നത്തെ പ്രശ്നവിധിയിൽ തെളിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ഭഗവാനാണ്. ശംഖും ചക്രവും ധരിച്ച് ഭക്തരെ കാത്തുരക്ഷിക്കുന്ന ശ്രീ മഹാവിഷ്ണു സാക്ഷാൽ നാരായണൻ. അതായത് മൂലം നക്ഷത്രക്കാരായ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു വലിയ മാറ്റത്തിൻ്റെ കാലമാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയിട്ടുണ്ടാകാം. ഒരുപാട് പരിശ്രമിച്ചിട്ടും ഫലം കാണാതെ വന്നിട്ടുണ്ടാകാം. ചില കാര്യങ്ങൾ പാതി വഴിയിൽ തടസ്സപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഇനി ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ്. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ തെളിയുക എന്നത് ജീവിതത്തിൽ സംരക്ഷണവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുവാനുള്ള ആത്മീയമായ സൂചനയാണ്. മൂലം നക്ഷത്രക്കാരായ നിങ്ങൾക്ക് ഈയൊരു വരുന്ന 6 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറി മറിക്കുന്ന തരത്തിലുള്ള നല്ല അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒരു കാര്യം അപ്രതീക്ഷിതമായി നടക്കും. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു വഴിയിലൂടെ നല്ലൊരു അവസരം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വർഷമാണ്. അതായത് ഇന്ന് ചെറിയൊരു മാറ്റമായി തോന്നുന്ന കാര്യം പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു വഴിത്തിരിവായി മാറിയേക്കാം. പിന്നീട് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയുന്ന ഒരു അവസ്ഥ വരട്ടെ, ആ സമയത്താണ് എൻ്റെ ജീവിതം മാറിയത്. ആ മാറ്റത്തോടൊപ്പം സാമ്പത്തികമായി ഉയർച്ച, തൊഴിൽ മേഖലയിൽ നേട്ടം, കുടുംബത്തിൽ സമാധാനവും സന്തോഷവും, നാളുകളായി കാത്തിരുന്ന കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റം, അതുപോലെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും മുന്നേറ്റത്തിനുള്ള അവസരങ്ങൾ, ഇതെല്ലാം നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് തന്നെ മൂലം നക്ഷത്രക്കാരായ നിങ്ങൾ ഇത് കുറിച്ചു വെച്ചോളൂ. അടുത്ത 6 മുതൽ 8 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം സംഭവിക്കും. അതോടുകൂടി നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുന്നതാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം പോലെയുള്ള കൃഷ്ണക്ഷേത്രങ്ങളിലും ഭക്തിയുടെ ദർശനം നടത്താം. ഓ നമോ നാരായണായ എന്ന ഭക്തി
ഭക്തിയോടെ ജപിക്കാം. നിങ്ങൾ ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു രീതിയിലും പ്രതീക്ഷ കൈവിടേണ്ട. മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം കാണാതിരിക്കില്ല. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറി ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യം നിറയും. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന നല്ലൊരു കാലം നിങ്ങളെ തേടിയെത്തട്ടെ. ശ്രീ മഹാവിഷ്ണുവേ ശരണം. ഓ നമോ നാരായണായ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. ഇനി ജീവിതത്തിൽ വലയാൻ ബാക്കിയൊന്നുമില്ലെന്ന് തന്നെ പറയാം. ചിലപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്, വീട്ടിലൊരു തിരുവാതിരക്കാരിയുണ്ട്, അതുമല്ലെങ്കിൽ തിരുവാതിരക്കാരനുണ്ട്. അവൾ വന്നതിന് ശേഷം ജീവിതത്തിൽ ഒരു സുഖസ്ഥിതി ഇന്നുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരെ ചുറ്റിപ്പറ്റിയുള്ളവരെയും ബാധിച്ചിരുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. കുടുംബജീവിതത്തിൽ പോലും സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ, ഒരുപാട് കാര്യങ്ങൾ പ്രതിസന്ധിയിലാകുന്ന അവസ്ഥ, വീട്ടിലുള്ളവരെക്കുറിച്ച് എല്ലാവരും മനപ്രയാസപ്പെടുന്ന സാഹചര്യം, ഇങ്ങനെയുള്ള അവസ്ഥകൾ തിരുവാതിര നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഇതിനൊരു മാറ്റം വരികയാണ്. ഇന്ന് പ്രശ്നവിധിയിൽ തെളിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ അമ്മ മഹാമായയായ ശ്രീ ദുർഗാ ഭഗവതിയുടെ രൂപമാണ്. അമ്മ അനുഗ്രഹിച്ച് നിൽക്കുന്ന രൂപം. ശ്രീ ദുർഗ ആരാണ്? ശക്തി സ്വരൂപിണിയാണ്. ദുഷ്ടശക്തികളിൽ നിന്നും ഭക്തരെ സംരക്ഷിക്കുകയും പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ശക്തി നൽകുകയും ചെയ്യുന്ന ദേവിയായി അമ്മയെ ആരാധിക്കുന്നു. അങ്ങനെയുള്ള ശക്തിയുടെ പ്രതീകമായ ശ്രീ ദുർഗാ ഭഗവതിയാണ് ഇന്ന് തിരുവാതിര നക്ഷത്രക്കായി പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. തിരുവാതിര നക്ഷത്രക്കാരായി നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കാലമായി തീരാത്ത ദുഃഖമാണ്. ഇത് ഇനി ഒരിക്കലും മാറില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാലും ഒരു മാറ്റത്തിൻ്റെ കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വന്നു ചേരും. നിങ്ങളെ കുറ്റപ്പെടുത്തിയ ആളുകളുടെ മുന്നിൽ നിങ്ങൾക്ക് ഉയർന്നു നിൽക്കുവാനുള്ള സാഹചര്യമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മോശമായി പറഞ്ഞവരെ കൊണ്ട് തന്നെ അന്ന് പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് പറയേണ്ടി വരുന്ന കാലം വരും. നിങ്ങൾ ഉള്ള വീട് തന്നെ നിങ്ങളിലൂടെ രക്ഷപ്പെടുകയും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ തിരുവാതിര നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ശ്രീ ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കുവാൻ പറയുക. സാധിക്കുന്നവർ അടുത്തുള്ള ദുർഗാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് അമ്മയെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. അമ്മേ ദുർഗേ, എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും തടസ്സങ്ങളും മാറ്റി എന്നെ കാത്തു രക്ഷിക്കണമേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. ഓം ധൂം ദുർഗായേ നമഃ എന്ന് ഭക്തിയോടെ ജപിക്കാം. തിരുവാതിര നക്ഷത്രക്കാരായ നിങ്ങളിനി ധൈര്യമായി ഇരിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറയും. മനസ്സിലെ ഭയങ്ങളെല്ലാം തന്നെ മാറട്ടെ. തടസ്സങ്ങളെല്ലാം നീങ്ങി അമ്മ മഹാമായയുടെ അനുഗ്രഹത്താൽ സർവവും ഗംഭീരമായി മാറും. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഇന്നത്തെ പ്രശ്നവിധിയിൽ തെളിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി, അതായത് മുരുക ഭഗവാനാണ്. ശ്രീ മുരുകൻ വീര്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും ദൈവിക ശക്തിയായ മുരുകൻ ഭഗവാനാണ് ഭരണി നക്ഷത്രക്കാർക്ക് അനുഗ്രഹമായി തെളിഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടോ? പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നിയാലും ഉള്ളിൽ എന്തോ വലിയ ഭാരം അനുഭവപ്പെടുന്നുണ്ടോ? ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയാറുണ്ടോ? ജീവിതത്തിൽ ഒന്നിനും ഒരു വിശ്വാസമില്ലാത്ത പോലെ തോന്നൽ ഉണ്ടാകുന്നുണ്ടോ? എല്ലാം ഉണ്ടായിട്ടും എനിക്കൊന്നുമില്ല എന്നൊരു ശൂന്യത നിങ്ങളുടെ മനസ്സിൽ നിറയുന്നുണ്ടോ? ചിലപ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്ന് നിങ്ങളുടെ മനസ്സ് തളർന്നു പോകുന്നുണ്ടോ? ഇനി നിങ്ങളെ മനസ്സിലാക്കുവാൻ ഭഗവാന് മാത്രമേ കഴിയൂ. പുറത്തുള്ളവർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിനുള്ളിലെ എല്ലാവിധ കാര്യങ്ങളും ഇനി അങ്ങോട്ട് ഭഗവാൻ മനസ്സിലാക്കും. മുരുക ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ
ജീവിതത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണീരിനൊപ്പാൻ ഭഗവാൻ എത്തിക്കഴിഞ്ഞു. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കിനി എന്നുമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, ഇനി ഭയപ്പെടേണ്ട കാര്യവുമില്ല. ഇന്ന് കഴിയുമെങ്കിൽ വീട്ടിലൊരു നിലവിളക്ക് തെളിയിച്ച് ശ്രീ മുരുകനെ ഭക്തിയോടെ പ്രാർത്ഥിക്കുക. ഈ ചിങ്ങമാസത്തിൽ സാധിക്കുന്നവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ദർശിക്കുക. അതുപോലെ കയ്യിൽ വലിയ വഴിപാടുകളൊന്നും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. ഭഗവാന്റെ മുന്നിൽ നിന്ന് മനസ്സ് തുറന്നു പ്രാർത്ഥിക്കുക. മുരുക, എനിക്ക് നൽകാനുള്ളത് എൻ്റെ ഭക്തിയും സ്നേഹവും മാത്രമാണ്. എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലെ ഭാരങ്ങളും മാറ്റി എനിക്ക് ധൈര്യവും ശക്തിയും നൽകി അനുഗ്രഹിക്കണമേ. അത്രയും മാത്രം മതി. ഭക്തിയോടെ വിളിക്കുന്നവരെ മുരുകൻ കൈവിടില്ലെന്ന വിശ്വാസം നമുക്കുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്ത് വേദനയാണെങ്കിലും അത് മുരുക ഭഗവാന്റെ മുന്നിൽ തുറന്നു പറയാം. നിങ്ങളുടെ മനസ്സിലെ ഭാരങ്ങൾ കുറയട്ടെ, ദുഃഖങ്ങളെല്ലാം മാറട്ടെ, അതുപോലെ ധൈര്യം വർദ്ധിക്കട്ടെ. ജീവിതത്തിൽ വീണ്ടും പ്രതീക്ഷ നിറയുവാനുള്ള അവസരങ്ങൾ വന്നു ചേരട്ടെ. ഇനി അങ്ങോട്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല, മുരുകൻ കൂടെയുണ്ട്. വിശ്വാസം കൈവിടാതെ ധൈര്യമായി നിങ്ങൾ മുന്നോട്ട് പോകുക. മുരുകൻ്റെ അനുഗ്രഹത്താൽ തടസ്സങ്ങളെല്ലാം മാറി ജീവിതത്തിൽ വിജയം, ഉയർച്ച, സമാധാനം, ഐശ്വര്യം എന്നിവ കൈവരുന്നതാണ്. പ്രിയ ഭരണി നക്ഷത്രക്കാരായ നിങ്ങൾ നന്നായി വരും. വീട്ടിൽ ഭരണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഈ ഒരു കാര്യം അവരോട് നിങ്ങൾ പറയാൻ മറക്കരുത്. ഓം ശരവണ ഭവായ നമഃ എന്ന മന്ത്രം ഭക്തിയോടെ ജപിക്കാം. വേലായുധധാരിയായ മുരുകൻ നിങ്ങളുടെ കുടുംബത്തെ കാത്തുകൊള്ളും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പ്രശ്നവിധിയിൽ തെളിയുന്നത് സാക്ഷാൽ പരമശിവനായ മഹാദേവ ഭഗവാനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളും പ്രതിസന്ധികളും അതിജീവിക്കാനുള്ള ശക്തിയും അനുഗ്രഹവും നൽകുന്ന ദൈവിക ശക്തിയാണ് മഹാദേവൻ. പൂരം നക്ഷത്രക്കാരായ നിങ്ങൾക്ക് കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. രാപ്പകലില്ലാതെ പരിശ്രമിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ല. കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള നേട്ടമില്ല, അതുപോലെ അതിനനുസരിച്ചുള്ള ഉയർച്ചയുമില്ല. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പാതി വഴിയിൽ നിൽക്കുന്ന അവസ്ഥ. ഇങ്ങനെയൊരു അനുഭവം പൂരം നക്ഷത്രക്കാരിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇനി ഇങ്ങനെയുള്ള അവസ്ഥയ്ക്കൊരു മാറ്റം വരികയാണ്. കാരണം പരമശിവൻ പൂരം നക്ഷത്രക്കാർക്ക് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എത്ര വലിയ പ്രശ്നങ്ങളായാലും അതിനെ നേരിടാനുള്ള ധൈര്യവും ശക്തിയും ലഭിക്കും. നാളുകളായി അടഞ്ഞു കിടന്നിരുന്ന വഴികൾ തുറക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇത് ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ കരുതിയ കാര്യങ്ങൾ പോലും സാധ്യമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഉപേക്ഷിച്ച സ്വപ്നങ്ങൾക്ക് വീണ്ടും ജീവൻ ലഭിക്കും. തൊഴിൽ മേഖലയിൽ മുന്നേറ്റം, സാമ്പത്തികമായ പുരോഗതി, കുടുംബത്തിൽ സന്തോഷം, നിങ്ങളുടെ പരിശ്രമങ്ങൾക്കുള്ള ഫലം, ഇങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പൂരം നക്ഷത്രക്കാരായ നിങ്ങൾ ധൈര്യമായിരിക്കുക. പരമശിവനെ ഭക്തിയോടെ പ്രാർത്ഥിച്ച് മുന്നോട്ടു നീങ്ങുക. വലിയ തടസ്സങ്ങൾ മുന്നിൽ വന്നാലും യാതൊരു രീതിയിലും നിങ്ങൾ തളരേണ്ട കാര്യമില്ല. അതുപോലെ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് ഓം നമഃശിവായ മന്ത്രം എന്നും ഭക്തിയോടെ ജപിക്കുന്നത് ഗുണകരമാണ്. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി പുതിയ വഴികൾ തുറക്കും. ജഗദീശ്വരനായ പരമശിവൻ നിങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാകും. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ തുടങ്ങുന്നതാണ്. അതായത് നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഫലം ലഭിക്കും. അതുപോലെ പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറും. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിറയുന്നതാണ്. പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ കാലം തന്നെയാണ്. മഹാദേവൻ്റെ കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം അകന്ന് സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയട്ടെ. വീട്ടിൽ ഒരു പൂരം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം അവരോട് പറയുവാൻ യാതൊരു രീതിയിലും മറക്കരുത്. ഹരഹര മഹാദേവ, ഓം നമഃശിവായ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രക്കാരാണ്. ചോതി നക്ഷത്രക്കാർക്ക് ഈ ഒരു ചിങ്ങപ്പുലരി ഒരു
ഭാഗ്യപ്പുലരി തന്നെയാണെന്ന് പറയാം. കാരണം ചോതി നക്ഷത്രക്കാർക്ക് പ്രശ്നവിധിയിൽ തെളിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ദേവി ഭഗവതിയാണ്. അമ്മ മഹാമായേ ആദിപരാശക്തി ജഗദംബേ അമ്മേ ദേവി. ചിങ്ങമാസത്തിൽ ദേവിയുടെ സാന്നിധ്യം തെളിയുന്നതിൽ പരം ഏതെങ്കിലും ഒരു പുണ്യമുണ്ടോ? ചോതി നക്ഷത്രക്കാരായ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി ജീവിതത്തിൽ സന്തോഷം അലയടിക്കുവാൻ പോകുന്നതാണ്. ഇനി ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ മുഖത്ത് വീണ്ടും പുഞ്ചിരി വിടരും. ഇപ്പോൾ അധികം ചിരിക്കാത്തവരായിരിക്കാം നിങ്ങൾ. പക്ഷേ ഇനി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ ഉതകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദം നിറയ്ക്കുന്ന, നിങ്ങളുടെ ഉള്ളു തണുപ്പിക്കുന്ന വളരെയധികം സന്തോഷ നിമിഷങ്ങൾ നിങ്ങളെ തേടിയെത്തും. എൻ്റെ നാവ് പൊന്നാകട്ടെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ തുടർച്ചയായ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങളുടെ കർമ്മ മേഖലയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കാര്യങ്ങളിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളിലും വിജയം നിങ്ങളോടൊപ്പം കൈപിടിച്ച് വരുന്നതാണ്. നിങ്ങൾ ചെന്നു തൊടുന്ന കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളിലും മംഗളകരമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചോതി നക്ഷത്രക്കാരെ നിങ്ങൾക്കിനി ധൈര്യമായി ദേവി ഭഗവതിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം. വീടിനടുത്ത് ദേവി ക്ഷേത്രമുണ്ടെങ്കിൽ സാധിക്കുന്ന അവസരങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ ഭക്തിയോടെ അമ്മയ്ക്കൊരു പുഷ്പം സമർപ്പിക്കാം. വലിയ വഴിപാടുകൾ കഴിക്കാൻ കഴിയാത്തതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഭക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അമ്മയുടെ മുന്നിൽ നിങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളും വിഷമങ്ങളും പറയൂ. ദുഃഖങ്ങളും തടസ്സങ്ങളും എല്ലാം മാറി ജീവിതത്തിൽ സന്തോഷവും വിജയവും എന്നും കൂടെയുണ്ടാകട്ടെ. അമ്മ മഹാമായേ കാത്തുകൊള്ളണമേ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.